ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക്. ഒഡീസി, ഹോളിവുഡിലെ വിപ്ലവകാരിയായ സംവിധായകൻ ക്രിസ്റ്റഫർ നോളന്റെ ഏറ്റവും പുതിയ പരീക്ഷണാത്മകമായ ദി ഒഡീസി തിയേറ്ററുകളിൽ ഇന്ന് റിലീസാണ്. ഞാൻ ഇന്നലെ പ്രീമിയർ ഷോയാണ് കണ്ടത്. ഒരു പൗരാണിക യുദ്ധ സിനിമ എന്നതിനപ്പുറം പ്രേക്ഷകരെ മാനസികമായും ദൃശ്യപരമായും അമ്പരപ്പിക്കുന്ന ഒരു വലിയ അനുഭവമാണ് നോളൻ നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്നത്. എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം? ഈ സിനിമ അത്രയ്ക്ക് ഗംഭീരമാണോ? ഇതിന്റെ കഥയും പശ്ചാത്തലവും എന്താണ്? നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു നോൺ സ്പോയിലർ റിവ്യൂയിലൂടെ പരിശോധിക്കാം. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക, സപ്പോർട്ട് ചെയ്യുക. ആദ്യം തന്നെ ഇതിന്റെ റൂട്ട് മാപ്പ് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഏകദേശം 3000 വർഷങ്ങൾക്ക് മുമ്പ് ഹോമർ എഴുതിയ ഗ്രീക്ക് ഇതിഹാസ കാവ്യമാണ് ഒഡീസി. ട്രോയി നഗരം കീഴടക്കാൻ ട്രോജൻ കുതിര എന്ന ബുദ്ധിപരമായിട്ടുള്ള കൗശലം പ്രയോഗിച്ച ഒഡീസിയസ് എന്ന് പറയുന്ന രാജാവിന്റെ കഥയാണിത്. യുദ്ധം ജയിച്ച് തന്റെ ജന്മനാടായിട്ടുള്ള ഇറ്റാക്കയിലേക്ക് പ്രിയപ്പെട്ട ഭാര്യ പെനിപ്പോലിയെയും മകൻ ഡെലിമോസിനെയും അടുത്തേക്ക് മടങ്ങാൻ അവൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ പ്രകൃതിയും ദൈവങ്ങളും കോപം കാരണം 20 വർഷത്തോളം അവന് കടലിൽ അലഞ്ഞു തിരിയേണ്ടി വരികയാണ്. നോളൻ ഈ കഥ പറയുന്നത് അദ്ദേഹത്തിന്റെ തനത് ശൈലിയിലാണ്. സമയക്രമം തെറ്റിച്ചിട്ടുള്ള ഫ്ലാഷ് ബാക്കുകളിലൂടെ അദ്ദേഹം വളരെ മനോഹരമായി ഒഡീസിയസിന്റെ യാത്രയും അവന്റെ നാട്ടിൽ ഇല്ലാത്ത സമയം നോക്കി കൊട്ടാരവും രാജ്ഞിയും സ്വന്തമാക്കാൻ തമ്പടിക്കുന്ന അന്യ പ്രഭുക്കന്മാരും അവർക്കെതിരെ പോരാടുന്ന ഒഡീഷ്യസിന്റെ മകനും തമ്മിലുള്ള ആഭ്യന്തര സംഘർഷങ്ങളും സമാന്തരമായി കാണിച്ചു തരികയാണ് സംവിധായകൻ. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓപ്പൻ ഹൈമാറിന്റെ ഒരു ആത്മീയ തുടർച്ചയായിട്ടാണ് ഇതിനെ കാണുന്നത്. അത് എങ്ങനെയാണെന്ന് നോക്കിയാൽ, ഓപ്പൺ ഹൈമർ എന്നത് നോളന്റെ ഇറ്റാലിയൻ ആയിരുന്ന, അതായത് യുദ്ധത്തിലേക്ക് വിനാശകരമായ ഒരു യുദ്ധ നിർമ്മാണത്തിലേക്കുള്ള ഒരു മനുഷ്യന്റെ യാത്ര. എന്നാൽ ദി ഒഡീസി യുദ്ധത്തിൽ നിന്നും സംഭവിക്കുന്ന കാര്യങ്ങളെയാണ്. യുദ്ധം വരുത്തിവെച്ച മഹാവിപത്തിന് ശേഷം തകർന്നുപോയ മനുഷ്യത്വം എങ്ങനെ അതിജീവിക്കുന്നു, വ്യക്തികളെയും സമൂഹവും എങ്ങനെ പഴയ നിലയിലേക്ക് മടങ്ങി വരാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ആശ്രയിക്കുന്നു, ആ ഒരു അന്വേഷണാത്മകമായ രീതിയിലാണ് നോളൻ ഇതിന്റെ കഥ പറയുന്നത്. അഭിനയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു വൻ താരനിരയുടെ പെർഫോമൻസ് ഫെസ്റ്റിവൽ തന്നെയാണ്. മാറ്റ് ഡാമൻ ആ ഒരു പുരാണങ്ങളിലെ ആ പഴയ അമാനുഷിക വീരനായിട്ടല്ല മാറ്റ് ഡാമൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. യുദ്ധത്തിന്റെ ക്രൂരതകൾ കണ്ട് മനസ്സ് തകർന്ന് ഒരു വലിയ മാനസിക ആഘാതം അനുഭവിക്കുന്ന ഒരു സാധാരണ മനുഷ്യനായി അദ്ദേഹം ജീവിക്കുകയായിരുന്നു എന്ന് തന്നെ പറയാം. അതോടൊപ്പം തന്നെ ആനി ഹമാദ 20 വർഷം ഭർത്താവിനായി കാത്തിരിക്കുന്ന ഭാര്യയുടെ വഞ്ചനയും സ്നേഹവും സങ്കടവും എല്ലാം ഹദാവ മനോഹരമായി സ്ക്രീനിൽ എത്തിച്ചു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ റോബർട്ട് പാറ്റിസൺ കുതന്ത്രങ്ങൾ മെനയുന്ന പ്രധാന വില്ലൻ വേഷം പാറ്റിസൺ ഗംഭീരമാക്കി. ഇതിനു പുറമെ അധീന ദേവിയായി വന്ന സെൻഡയോ, മകനായി വന്നിട്ടുള്ള ടോം ഹോളണ്ട്, മന്ത്രവാദിയായിട്ടുള്ള സെൻസി, അങ്ങനെ ഒരുപാട് പേർ ഇതിൽ വേഷം ധരിച്ചിട്ടുണ്ട്. തങ്ങളുടെ റോളുകൾ അവർക്ക് കൃത്യമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ ടെക്നിക്കൽ വശങ്ങളെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം പൂർണ്ണമായിട്ടും 70mm IMAX ക്യാമറകളിലാണ് ഇതിൻ്റെ ക്യാമറ ചലിപ്പിച്ചു വച്ചിരിക്കുന്നത്. ക്യാമറ ദൃശ്യങ്ങൾ ശരിക്കും അതിശയിപ്പിക്കുന്നതാണ്. CGയേക്കാൾ കൂടുതൽ റിയൽ സെറ്റുകളിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് ഓരോ പെർഫോമൻസും ഇതിലേക്ക് കടന്നു വരുന്നത്. ഓരോ ആക്ടേഴ്സും അങ്ങനെയാണ് ഇതിനെ പെർഫോമൻസ് ചെയ്തിരിക്കുന്നത്. കടലിലെ ഭീകരമായിട്ടുള്ള കൊടുങ്കാറ്റുകളും കപ്പൽ തകരുന്നതുമെല്ലാം തിയേറ്ററിൽ ഇരിക്കുമ്പോൾ നമുക്ക് നേരെ വരുന്നത് പോലെയുള്ളൊരു ഫീല്. അതുപോലെ തന്നെ സിനിമയുടെ മൂഡ്, ഇതൊരു വെറും അഡ്വഞ്ചർ ആക്ഷൻ പടമല്ല. ചിലയിടങ്ങളിൽ ഇതൊരു തനി ഹൊറർ സിനിമയായി മാറുകയാണ്. പ്രത്യേകിച്ച് ആ സൈക്കോപ്ലാപ്സ് എന്ന് പറയുന്ന ഒറ്റക്കണ്ണൻ, അതിൻ്റെ രംഗം വരുമ്പോൾ ഉണ്ടാകുന്ന ആ മനുഷ്യനെ പന്നികളാക്കി മാറ്റുന്ന ആ ഒരു ബോഡി ചേഞ്ചിങ് രംഗങ്ങൾ, അതോടൊപ്പം തന്നെ കുതിരയായിട്ട് മാറുന്നത്, അതുപോലെ മനുഷ്യരെ പന്നികളാക്കി മാറ്റുന്ന ബോഡി ഹൊറർ രംഗങ്ങൾ, ട്രോജൻ കുതിരയ്ക്കുള്ളിൽ ശ്വാസം മുട്ടിക്കഴിയുന്ന സൈനികരുടെ അവസ്ഥയുമൊക്കെ നമ്മളെ സ്ക്രീനിലേക്ക് അങ്ങ് കെട്ടിപ്പൂട്ടി ഇടുകയാണ്. ലൂഡ്വിഗ് ഗോഡ്സന്റെ പശ്ചാത്തലത്തിൽ ഗംഭീര പശ്ചാത്തല സംഗീതം നൽകി ഓരോ സീനിനെയും നന്നായിട്ട് തന്നെ എൻഹാൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത. പിന്നെ ഇതിൻ്റെ പോരായ്മകളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഏതാണ്ട് 3 മണിക്കൂർ ഉണ്ട് ഈ സിനിമയുടെ ദൈർഘ്യം. അതൊരു ഇതിഹാസ സിനിമ ആയതുകൊണ്ട് തന്നെ ചില കഥാപാത്രങ്ങൾ വേഗത്തിൽ അവരുടെ ഫീഡ്ബാക്ക് പറഞ്ഞു പോകുന്നു. വില്ലന്മാർക്ക് ഹോളണ്ടിന്റെ കഥാപാത്രത്തിനും ക്ലൈമാക്സിൽ കുറച്ചുകൂടി പ്രാധാന്യം നൽകുമായിരുന്നു എന്നുള്ളതാണ്. പിന്നെ ട്രെയിലറിൽ നമ്മൾ കണ്ടിട്ടുള്ള ആ കടൽച്ചുഴി രംഗം
മാത്രം എങ്ങനെയോ നോളന്റെ ആ തനത് റിയലിസ്റ്റിക് ശൈലിയിൽ ചേരാത്ത ഒരു മാർവൽ സിനിമ വിഷ്വൽസ് പോലെ തോന്നിപ്പിച്ചു. ഒരു പ്രധാന മുന്നറിയിപ്പ് എന്ന് പറയുന്നത് സിനിമയിൽ കാറ്റ അങ്ങാടി ഇതാണ് നമ്മുടെ മത്സരം എന്ന് പറയുന്നത് രംഗമുണ്ട്. അതിനുശേഷമുള്ള ആ ഒരു 90 സെക്കൻഡ് വിഷ്വൽസുകൾ അതീവകം മിന്നിമറയുന്നവയാണ്. അപസ്മാരം പോലുള്ള ബുദ്ധിമുട്ടുള്ളവർ ആ സീൻ വരുമ്പോൾ കണ്ണടച്ചിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എൻ്റെ ഫൈനൽ റേറ്റിംഗ് 10ൽ 10 ഈ സിനിമയുടെ റേറ്റിംഗ് നൽകാൻ കാരണം നോളന്റെ തൻ്റെ പഴയ സയൻസ് ഫിക്ഷൻ സങ്കീർണതയിൽ നിന്നും മാറി പൂർണ്ണമായ സ്വാതന്ത്ര്യത്തോടെ ദൃശ്യവൽക്കരിച്ചിട്ടുള്ള ഒരു അബ്സല്യൂട്ട്ലി മാസ്റ്റർ പീസ് തന്നെയാണ് ദി ഒഡീസി. സിനിമ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് മൊബൈലിലോ ലാപ്ടോപ്പിലോ OTTയിലോ ഒന്നും കാണാതെ നേരെ പോയി ഐമാക്സിൽ വലിയ സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന അനുഭവം മറ്റൊരു ലെവലായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തൂ. താങ്ക്